സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 26-ാം സങ്കീർത്തനം വായിച്ച് കർത്താവിന്റെ പാടുകളില്ല. സങ്കീർത്തനം 26-ാമത്തെ അധ്യായം. ദാവീദിന്റെ ഒരു സങ്കീർത്തനം. വായിക്കാൻ പറ്റുമോ? മോനെ പറയണത് പറഞ്ഞാൽ മതി കേട്ടാ. ഞാൻ പറയാം, അതായിട്ട് പറഞ്ഞാൽ മതി. യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. പറഞ്ഞു അങ്ങനെ പറഞ്ഞു കേട്ടാ. ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. എന്റെ അന്തരംഗവും എന്റെ ഹൃദയവും പരിശോധിക്കണമേ. നിന്റെ ദയ എന്റെ കണ്ണിന് മുമ്പിൽ ഇരിക്കുന്നു. നിന്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു. വ്യർത്ഥന്മാരോട് ഞാൻ ഇരുന്നിട്ടില്ല. കപടക്കാരെടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല. ദുഷ്പ്രവർത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു. ദുഷ്ടന്മാരോട് ഞാൻ ഇരിക്കുകയുമില്ല. സ്തോത്ര സ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മ എന്റെ കൈകളെ കഴുകുന്നു. യഹോവേ ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. യഹോവേ നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിന്റെ നിവാസവും എനിക്ക് പ്രിയമാകും. പാപികളോട് എന്റെ പ്രാണനെയും രക്തപാതന്മാരോട് എന്റെ ജീവനെയും സംഹരിച്ചു കളയരുതേ. അവരുടെ ഉള്ളിൽ ദുഷ്കർമ്മമുണ്ട്. അവരുടെ വലങ്കൈ കോഴ നിറഞ്ഞിരിക്കുന്നു. ഞാനോ എന്റെ നിഷ്കളങ്കതയിൽ നടക്കും. എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ. എന്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു. സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന സങ്കീർത്തനത്തിനായി സ്തോത്രം. അതിൽ നിന്ന് ഞങ്ങളുടെ പ്രാണന് വേണ്ടിയത് നൽകി തരണം. ദേശത്തേക്ക് കർത്താവെ എന്റെ ആത്മാവിനെ അയക്കുമാറാകണം. കരം നീട്ടുമാറാകണം. യേശുവേ തിരുനാമഹത്തുണുക്കറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ. പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ. പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ. പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ. വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ. വാഴ്ത്തുക നീ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവകൃപയാൽ നമുക്ക് ഇന്ന് ഈ ദേശത്ത് ഈ ഭവനത്തിൽ മുട്ടുകളെ മടക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ. ഈ അന്ത്യകാലത്ത് എത്രയോ ആത്മീയ മണ്ഡലങ്ങളിൽ നമ്മളറിയാത്ത ഭയങ്കര കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ, ആത്മീയതയിൽ ശ്രദ്ധിക്കാതിരിക്കാൻ പല തന്ത്രങ്ങളും ശത്രു കൊണ്ടുവരും. ആ തന്ത്രങ്ങളിലൊന്നും കുടുങ്ങി നമ്മൾ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ടുപോകാതിരിക്കാൻ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാൻ സാധിക്കില്ല, നമ്മൾ തുടർച്ചയായിട്ട് ആരാധനയില്ലാതെയും ജാഗരണമില്ലാതെയും ഉപവാസമില്ലാതെയും ഇരുന്നാൽ കുറച്ച് നമ്മളറിയില്ല, നമ്മൾ വീഴ്ച പകുത്തും നാം അറിയില്ല. അവസാനം ഇതെന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് അവസാനം നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും ശത്രു അതൊക്കെ മറച്ചു വെച്ച് അവസാനം നമ്മുടെ മേൽ അവകാശം പറയുമ്പോഴായിരിക്കും നാം അറിയുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാഗരൂകരായി ഇരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കർത്താവിൻ്റെ വചനപ്രകാരം നമ്മൾ ഈ ദേശത്ത് പാർക്കാനിടയായെങ്കിൽ ഈ ദേശം നിശ്ചയമായിട്ടും കർത്താവിൻ്റെ വരവെങ്കിലും കർത്താവിൻ്റെ ഭരണത്തെങ്കിലും നമുക്ക് ഈ ദേശവുമായിട്ടുള്ള ബന്ധം ദൈവം അന്വേഷിക്കും. നമ്മൾ പാർത്ത ഓരോ ഇടവും ദൈവത്തിന് വിലപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ
ഈ ദേശത്ത് പാർത്തു വെച്ചിരുന്നെങ്കിൽ നീ ആ ദേശത്ത് പാർത്തു എന്ന് പറയുമ്പോൾ ഇവിടെ ആത്മീയ മണ്ഡലം ഇവിടെ സ്വാധീനം ചെലുത്തുന്നതും ഈ ദേശത്തെ ഭരിക്കുന്നതുമായ ഒരു പ്രഭുവുണ്ട്. അതായത് ശത്രുവിൻ്റെ പൈശാചിക ശക്തിയാണത്. ആ പ്രഭുവിൻ്റെ ആരാധനയാണ് ഇവിടെ എവിടെയും നടക്കുന്നത്. അവിടെ നടക്കുമ്പോൾ ഈ ഇവിടെ കർത്താവിൻ്റെ നാമത്തിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞാലും ആരാധനയൊക്കെ എങ്ങനെയാണ്? കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതെല്ലാം തരത്തിൽ നമ്മൾ കർത്താവിനെ ധരിച്ചിരിക്കണം. ഏതൊക്കെയാണ്? ഒന്ന്, കർത്താവിനെ സ്വഭാവത്തിൽ ആരാധിക്കണം, സ്വഭാവത്തെ ആരാധിക്കണം, അവൻ്റെ രൂപത്തെ, പിന്നെ 2, 3 അവൻ്റെ നാമത്തെ. ഈ 3 ഭാഗങ്ങളാണ് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് വേണ്ടത്. നമുക്ക് വേണമെന്ന് പറയുമ്പോൾ ഇതിൽ ഓരോന്നോരോന്നും നഷ്ടപ്പെട്ട് ഏറ്റവും അവസാനം നഷ്ടപ്പെടുന്നതാണ് നാമം. ഏറ്റവും ആദ്യം നഷ്ടപ്പെടുന്നതാണ് ഏതാ? സ്വഭാവം. പറഞ്ഞു മനസ്സിലാവില്ലേ? ദൈവമേ, അതായത് നമ്മുടെ ദൈവത്തെക്കുറിച്ച് 3 ഭാഗങ്ങളാണ്. 1 സ്വഭാവം, 2 രൂപം, 3 നാമം. 3 ഈ 3 കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം സാത്താൻ മനുഷ്യനിൽ നിന്ന് അകറ്റിക്കളയുന്നത് ഏതാ? സ്വഭാവമാണ്. രണ്ടാമതാണ് എന്തായിട്ട് കളയുന്നത്? രൂപം. മൂന്നാമതാണ് എന്ത് വരുന്നത്? നാമം. അപ്പോൾ ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്നതിന് ശേഷം ഇസ്രായേൽ മക്കൾക്ക് ആ സ്വഭാവം ആണ് കർത്താവ് കൊടുത്തത്. അതായത് ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവത്തിൻ്റെ സ്വഭാവം എവിടെ ഇരിക്കുന്നു? ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആണ് നമുക്ക് ന്യായപ്രമാണമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. അത് എത്ര ആയിട്ട് എഴുതി തന്നു? പുസ്തകം പുസ്തകം ഒരാളുടെ പുസ്തകം കണ്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം എത്ര വാക്യമായിട്ട് എഴുതി കൊടുത്തു? 10 കൽപ്പനയായിട്ട് ഇസ്രായേലിന് 2 കൽപ്പലകയിൽ എഴുതി കൊടുത്തു. 2 കൽപ്പലകയിൽ 10 കൽപ്പന എഴുതി കൊടുത്തതിന് ശേഷം പക്ഷെ അത് വിശദീകരിക്കാൻ ആർക്കും അറിയാൻ പാടില്ല. ആ 10 കൽപ്പന വിശദീകരിച്ചൊരു പുസ്തകമാക്കി. 10 കൽപ്പന എഴുതിയ കൽപ്പലക എവിടെ വെച്ചു? പെട്ടകത്തിനകത്ത് വെച്ചു. എന്നിട്ട് തിരുവാസത്തിൽ വെച്ചു. എന്നിട്ട് പുസ്തകം എവിടെ വെച്ചു? ഞാൻ എല്ലായിടത്തും സമയം പോകും, അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് ചോദിച്ചാൽ മതി. പുസ്തകം എഴുതി, ന്യായപ്രമാണ പുസ്തകം എഴുതി, അതിൻ്റെ വിശദീകരണമായ പുസ്തകം എഴുതി പെട്ടകത്തിന് അരികിൽ വെച്ചു. ഇതാണ് പഴയ നിയമ ഇസ്രായേലിന് കർത്താവ് കൊടുത്തിരിക്കുന്നത്. പുതിയ നിയമ ഇസ്രായേലിൽ നിന്ന് കൊടുത്തിരിക്കുന്നു. പുതിയ നിയമ ഇസ്രായേലാണ് സഭ. സഭയ്ക്ക് എങ്ങനെ കൊടുത്തിരിക്കുന്നു? അവൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതി. അതായത് അന്ന് കൽപ്പനയിൽ എഴുതിയതിന് പകരം ഇന്ന് ഹൃദയത്തിൽ എഴുതി. എന്നിട്ട് അത് വിശദീകരിച്ചൊരു പുസ്തകമാക്കി. അതേതാ പുസ്തകം? സംശയം. അതാണ് ഈ വേദപുസ്തകം. നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ വിശദീകരണ ഈ പുസ്തകം. ഈ പുസ്തകം എവിടെ വെച്ചിരിക്കുന്നു? ഇത് നമ്മുടെ കൈകളിൽ. അപ്പോൾ ഇങ്ങനെയാണ് ആ പഴയ നിയമത്തിലുള്ളതും പുതിയ നിയമത്തിലുള്ളത് ചേർന്ന് അതുപോലെ തന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പം നമ്മളിത് പറഞ്ഞു തുടങ്ങിയതിൻ്റെ കാരണം നമുക്ക് ഈ കർത്താവിൻ്റെ സ്വഭാവമാണ് പുസ്തകത്തിൽ എഴുതുന്നത്. ഏറ്റവും ആദ്യം തെറ്റിക്കുന്നത് അതാണ്. ഇതിൽ നിന്ന് തെറ്റിച്ചാൽ ഇതിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? ഇതിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായ പ്രമാണത്തിൽ ഉറ്റുനോക്കണം. ഈ ഉറ്റുനോക്കുമ്പോൾ എന്ത് കണ്ടു? റോമാലിംഗത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നിങ്ങളെല്ലാം കുറിച്ച് ചെയ്താൽ മതി. കണ്ട് പിന്നീട് ഇപ്പോൾ ചോദിച്ചാൽ മതി ഏത് വാക്യം ഉണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആരാ? വചനം പറ. ജ്ഞാനം യേശു ക്രിസ്തു പറ. വചനം പറ. ദൈവശക്തിയും ദൈവജ്ഞാനമായ ക്രിസ്തു. അപ്പൊ ജ്ഞാനം ക്രിസ്തുവാണ്. പിന്നെ സത്യം ആരാ? ക്രിസ്തു. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു. അപ്പോൾ ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം നമുക്ക് എവിടെ നിന്ന് കിട്ടും? അങ്ങനെ ഒന്നും പറയാതെ ആവശ്യമില്ല. അതുകൊണ്ട് റോമാലേഖനം 2:18 2-ാം അധ്യായത്തിന്റെ 18. ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുക, അവന്റെ ഇഷ്ടമറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട്. ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം എവിടെ കിട്ടി?
ന്യായപ്രമാണം. അപ്പോൾ നമുക്ക് വചനത്തിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? കർത്താവിന്റെ രൂപം കിട്ടുന്നത്. അപ്പോൾ സമുദായക്കാരൊക്കെ വെച്ചിരിക്കുന്ന മൈക്കിളാഞ്ചലോ വരച്ച ഒരു ക്രിസ്തു നമുക്ക് എവിടെ നോക്കിയാലും കാണാം. മൈക്കിളാഞ്ചലോ വരച്ചതുണ്ട്, ഓരോ ചിത്രകാരന്മാർ വരച്ചതുണ്ട്, പലതും പല രൂപമാണ്. പക്ഷേ കർത്താവിന്റെ രൂപം കിട്ടുന്നത് എവിടെ നിന്നാ? ന്യായപ്രമാണത്തിൽ നിന്നാണ്. വചനം എന്താ പറയുന്നത്? ദൈവത്തിന്റെ വചനം എങ്ങനെ കേൾക്കണം? ദർശിച്ചു കേൾക്കണം. 18:23 യെരമ്യാ 18:23. ദൈവത്തിന്റെ വചനം എങ്ങനെ പഠിക്കണം? ദർശിച്ച് പഠിക്കണം. അപ്പോ 18:23 വേഗം വായിക്കണം. ഇല്ലെങ്കിൽ ഞാൻ അടുത്തതിലേക്ക് പോകും, സമയം പോകുന്നു. അതുകൊണ്ടാണ് യെരമ്യാവ് 18:23. യഹോവേ, എന്റെ മരണത്തിനായുള്ള അവന്റെ ആലോചനയൊക്കെയും നീ അറിയുന്നു. അവരെ ക്ഷമിക്കരുതേ, അവരെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മായ്ച്ചു കളയരുതേ. യെരമ്യാവല്ലേ? സോറി, 23-ന്റെ 23-ന്റെ തെറ്റിപ്പോ. യഹോവയുടെ വചനം ദർശിച്ച് കേൾപ്പാനാണ്. അപ്പൊ എങ്ങനെ കേൾക്കണം? ദർശിക്കണം. എങ്ങനെ ദർശിക്കണം? ഞങ്ങളിങ്ങ് പോരുന്ന വഴിക്ക് അവിടെ ഒരു മരുന്നൊക്കെ ഉണ്ട്, പൂപ്പരുത്തി വെക്കാം. ഈ പൂപ്പരുത്തിക്ക് നമ്മുടെ കുണ്ടന്നൂർ ഇങ്ങോട്ട് കഴിയുമ്പോൾ നിർത്തുക, റോഡ് സൈഡിൽ നിൽക്കുന്നതാണ്. ഒരു 40 ഇഞ്ച് വേണം വണ്ണമുണ്ട്, ഒരു 2 ആൾ പൊക്കമുണ്ട്, 4 കവരയുണ്ട്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും തീർന്നു. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ എന്ത് വന്നു? അന്നത്തെ അത് പഠിച്ചിട്ടാണ്. ഇതുപോലെ ആയിരിക്കണം എന്ത് കഴിക്കുന്നത്? പുസ്തകം വായിച്ചെടുത്തതിന് ശേഷം അത് നീട്ടി അങ്ങ് വായിച്ചിട്ട് കാര്യമില്ല. അത് എന്നിട്ട് അക്ഷരത്തിന് മാത്രം വായിച്ചിട്ട് കാര്യമില്ല. എങ്ങനെ വായിക്കണം? ദർശിച്ചു വായിക്കണം. ശ്രദ്ധയോട് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തിൽ ഉറ്റുനോക്കണം. എങ്ങനെ നിൽക്കണം? ന്യായപ്രമാണത്തിൽ ഉറ്റുനോക്കി അതിൽ നിൽക്കണം. അങ്ങനെ ഉറ്റുനോക്കുമ്പോൾ നമ്മുടെ പ്രാണൻ ദർശിക്കും, കർത്താവിനെ ദർശിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനെ വരച്ചു കിട്ടുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ രൂപം കിട്ടി. ന്യായപ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ രൂപവും ക്രിസ്തുവിന്റെ സ്വഭാവവും കിട്ടി. അതിൽ നിന്നാൽ കർത്താവിന്റെ സ്വന്തം അവനുള്ളതാണ്. അവന് കർത്താവ് ഈ നാമം കിട്ടും. അപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ നമുക്ക് ലഭിക്കേണ്ടത് ഏതാ? ആ സ്വഭാവം കിട്ടണമെങ്കിൽ നമുക്ക് ന്യായപ്രമാണം കിട്ടണം. ആ ന്യായപ്രമാണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് നോക്കുമ്പോൾ കർത്താവിന്റെ രൂപം കിട്ടി, അതോടുകൂടി കർത്താവിന്റെ നാമവും കിട്ടി. ഇതിൽ നിന്ന് ശത്രു അകറ്റിക്കളയുന്നതല്ല. ഇസ്രായേൽ മക്കൾക്ക് ഏറ്റവും ആദ്യം അകറ്റിക്കളഞ്ഞത് സ്വഭാവമാണ്. സ്വഭാവം മാറിയതിനു ശേഷം ആദ്യം സ്വഭാവം അങ്ങ് മാറി. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് മാറിയതാണ് രൂപം മാറി. അപ്പോഴും പേര് മാറിയിട്ടില്ല. അവരുടെ ദൈവത്തിന്റെ പേരെന്താ? ഇസ്രായേൽ മക്കളുടെ ദൈവത്തിന്റെ പേര് യഹോവ എന്നാണ്. യഹോവ എന്നുള്ള പേര് മാറിയില്ല. പക്ഷെ എന്ത് മാറ്റി? സ്വഭാവം മാറ്റി ആദ്യം. അത് കഴിഞ്ഞതിന് ശേഷം രൂപം മാറ്റി. രൂപം ഏതൊരു സദൃശ്യമാക്കി? കാളക്കുട്ടിയുടെ സദൃശ്യമാക്കി. കാളക്കുട്ടിയുടെ പേര് അവരിട്ടത് എന്താ? യഹോവ എന്ന പേര്. അപ്പൊ അവർക്ക് പേര് മാറിയിട്ടില്ല. എന്തു മാറി? രൂപം മാറി. അവസാനമാണ് നമ്മൾ ഹോശേപ്പുറത്തിൽ പഠിക്കുന്നത് ദാനിയേലിന്റെ ദൈവത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യഹോവ എന്നുള്ള പേര് മാറ്റിയതിനു ശേഷം അവർ ആണയിടുന്നത് അഷീമ എന്ന് പറയുന്ന ഒരു അന്യദൈവത്തിന്റെ പേരായി. ആ ദൈവത്തെ ചൊല്ലി ആണയിടാൻ തുടങ്ങി. അപ്പൊ എന്ത് മാറി? നാമം. അപ്പൊ ഇന്നിപ്പോ ഈ സമുദായക്കാർക്കൊക്കെ അറ്റത്തെത്തി നിൽക്കുക. ഏതാ ഉള്ള? നാമം മാത്രം. നാമം മുഴുവനില്ല. ഇപ്പോഴും സത്യം ചെയ്യാന്ന് പറയുന്നത് അതിനേക്കാളും വലുത്. കർത്താവ് ക്രൂശിൽ 3 കുരിശിൽ തൂങ്ങിയെങ്കിൽ അപ്പുറത്ത് 100 ആണി അടിച്ചവർ വേറെ അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പൊ മാറിക്കൊണ്ടിരിക്കുക. ചില നാളോട് കഴിഞ്ഞാൽ എന്ത് മാറും? നാമം മാറും. അപ്പൊ നമുക്ക് ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തുകൊള്ളണം. എന്തൊക്കെയാണ്? എൻ്റെ കർത്താവിന്റെ സ്വഭാവം, എൻ്റെ കർത്താവിന്റെ രൂപം, എൻ്റെ കർത്താവിന്റെ നാമം. ഇത് 3ഉം എനിക്ക് ഈ ജീവിതത്തിൽ വെച്ച് എന്ത് ചെയ്യണം? സ്വന്തമാക്കണം. ഇത് 3ഉം സ്വന്തമാക്കിയില്ല എങ്കിൽ അവിടെ പ്രവേശിക്കാമെന്ന് വിചാരിക്കേണ്ട. കർത്താവിന്റെ അടുക്കൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രാപ്പകൽ പോരാടുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീർന്ന അവന്റെ ദിവ്യ രൂപം
നമ്മുടെ ഹൃദയത്തിൽ വരച്ചു കിട്ടണം. അവൻ്റെ നാമം നമ്മൾ അവകാശമാക്കണം. ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ പ്രാപിച്ചു കഴിഞ്ഞാൽ അവൻ വരുമ്പോഴേക്കും ഈ 3 ഉള്ളവർ കർത്താവ് വരുമ്പോൾ നോക്കുമ്പോൾ എങ്ങനെയിരിക്കും? ഇത് 3 ഉള്ളവരാണ് യഥാർത്ഥത്തിൽ കർത്താവ് വരുമ്പോൾ കർത്താവ് എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ തന്നെ കാണുന്നത്. അല്ലാത്തൊരു കാണില്ല. അല്ലാത്തൊരു കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി പറഞ്ഞു, നീ ഇന്ന് ഒരാൾ വരും, 7:00 ഒരു ട്രെയിനുണ്ട്, ഒരാൾ വരും. ആ ആള് വെള്ള ഷർട്ടിട്ട ആളാ, കണ്ണട വെച്ച ആളാ, ഒരു 6 അടി പൊക്കമുള്ള ആളാ, കയ്യിലൊരു ബാഗുണ്ട് മുതലായ അടയാളം പറഞ്ഞു കിട്ടും. ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അയാള് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് കണ്ട ഒരു പോക്കറ്റിലിട്ട് ബാഗ് വേറൊരാളുടെ കൊടുത്തു. നിർഭാഗ്യവശാൽ ഷർട്ട് ഇട്ടിരുന്ന ഷർട്ട് കളർ ചെക്ക് ഷർട്ടായിട്ട് വന്ന് നോക്കിയിരുന്ന ആളെ അങ്ങനെ നോക്കിയത് വന്നു, തൻ്റെ മുമ്പിൽ കൂടെ തന്നെ പോയി, പക്ഷെ ആളെ കണ്ടില്ല. എന്താ കാരണം? വരുന്ന ആളെക്കുറിച്ച് തൻ്റെ ഹൃദയത്തിൽ എന്ത് ധരിച്ചിരിക്കുന്നുവോ അത് തെറ്റായി. അതാണ് ഇന്ന് ഈ ലോകത്തിന് സംഭവിക്കാൻ പോകുന്നത്. ഇത് കർത്താവിൻ്റെ വരവാകുമ്പോൾ. എന്നാൽ നമ്മളോട് കർത്താവിൻ്റെ വചനം പറയുകയാണ്, അവൻ പ്രത്യക്ഷമാകുമ്പോൾ നമ്മളെങ്ങനെ കാണും? നമ്മളെങ്ങനെ കാണും? അവരുടെ സദസ്യന്മാരാകും. ശരിയാ. ആരെ സദസ്യന്മാരാവണേ? നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാണ്. അവൻ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. അത് എത്ര പേരുണ്ടെന്ന് വിചാരിക്കണം, എത്ര പേര്. അത് നമ്മൾ ശ്രദ്ധയോടെ ഗ്രഹിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. കർത്താവേ, ഈ ലോകം എവിടെ നിൽക്കുന്നുവെന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന വിശ്വാസത്തിലുള്ള ജീവികളുടെ മനുഷ്യരുടെ സഹസ്രങ്ങൾ കണ്ടോ, ഒരു കോടികൾ കണ്ടോ ഒന്നും നമ്മൾ ഭാരപ്പെടണ്ട, നമ്മൾ ചിന്തിക്കണ്ട. ഇതെങ്ങനെയാണോ വിശ്വാസ ജീവിതം ചിന്തിക്കണ്ട. പിന്നെയോ ഒരു ചെറിയ അംശമുണ്ട്, ഒരു ചെറിയ കൂട്ടമുണ്ട് ഈ 3 കാര്യങ്ങൾ കൈവശമാക്കിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? സ്വഭാവം, രൂപവും നാമവും. ഇത് 3 നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കാനുള്ള ഓട്ടം മതി. ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവൻ വരുമ്പോഴത്തേക്കും സംശയമില്ല. കാരണം അവൻ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ തന്നെ ഞാൻ കാണുന്നു. പിന്നെ എനിക്കെന്താ, ഇങ്ങനെ കാണുന്നവർ ആരും അവനെ പോലെയായിരിക്കും. അവൻ വരുമ്പോഴത്തേക്കും ഇറങ്ങുമ്പോൾ അവനെ അതുപോലെ തന്നെ കാണുന്നവരെ അങ്ങ് മാറ്റി നിർത്തിയതിന് ശേഷം അവർ നോക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ ഇരിക്കും, അവനെ പോലെ സദസ്യന്മാരായിരിക്കും. ഇതാണ് ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ ഓട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ദേശം ഈ 3 കാര്യങ്ങളിൽ തെറ്റിക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഏതിൽ തെറ്റിക്കണം? അവൻ്റെ സ്വഭാവത്തിൽ തെറ്റിക്കണം. അതുകൊണ്ടാണ് എന്ത് പഠിക്കരുത്? ജാതികളുടെ മര്യാദ നിങ്ങൾ പഠിക്കരുത്. ജാതികളുടെ മര്യാദ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു, വിശേഷ ദിവസത്തെക്കുറിച്ച്. വിശേഷ ദിവസത്തിൽ നമുക്ക് ഒരാൾ കൊണ്ടുവന്ന് വരിക, ഇത് വിശേഷ ദിവസമാണെന്ന് പറഞ്ഞ ഒരു സാധനം തന്നാൽ നമ്മൾ മേടിക്കാൻ പാടില്ല, നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇത് വിഗ്രഹാർപ്പിതം എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ ആ വിഗ്രഹാർപ്പിതം തിന്നാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. എന്താണെന്നറിയോ? ആ മനുഷ്യന് അപകടം വരുന്ന ആ മനുഷ്യൻ അറിയില്ല. അതായത് വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലുതാണ് വരാനിരിക്കുന്ന അപകടം അറിയുക എന്നുള്ളത്. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നവന് പെട്ടെന്ന് ഒരു ദിവസം കണി പോലെ അപകടം വരും. പക്ഷേ ഞാൻ എന്തുകൊണ്ട് തലേ ദിവസം കർത്താവ് പറഞ്ഞില്ല? എന്തുകൊണ്ട് എനിക്കത് നേരത്തെ സൂചിപ്പിച്ചില്ല? അതിനു മുമ്പേ അവൻ മലിനനായിരുന്നു. എന്തിനാൽ? വിഗ്രഹാർപ്പിതത്താൽ. അതുകൊണ്ട് വിഗ്രഹാർപ്പിതം തിന്നരുത്, വിഗ്രഹാർപ്പിതം നമ്മൾ പ്രാപിക്കരുത്, മേടിക്കരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. പിന്നെ അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഇപ്പോൾ ജോലിക്ക് ഞങ്ങൾക്ക് ഓണത്തിന് ബോണസ് കിട്ടും, അത് ചെയ്യണം. ഓണത്തിന് ബോണസ് നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ അധ്വാന ഫലം ഓണത്തിന് തന്നാൽ അത് മേടിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയില്ല. പിന്നെയോ ഇത് ഓണത്തിനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിസ്മസിനൊന്നും പറഞ്ഞാൽ, വിശേഷ ദിവസം പറഞ്ഞ ഒരു കാര്യം തന്നാൽ അത് മേടിക്കാൻ പാടില്ല. അതേ പറഞ്ഞിട്ടുള്ളൂ. കർത്താവിന്റെ വചനം പറയുന്നത് അങ്ങനെ ഉള്ളവനാണ് തന്നെത്താൻ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ. അങ്ങനെ ഉള്ളവന്റെ ഹൃദയത്തിൽ നിന്ന് ഈ രൂപം മാഞ്ഞു പോവില്ല. വിഗ്രഹം അല്ലാത്തതൊക്കെയും ഹൃദയത്തിൽ നിന്ന് ഈ രൂപം മാഞ്ഞുകൊണ്ടിരിക്കും, ഈ സ്വഭാവം മാഞ്ഞുകൊണ്ടിരിക്കും. അവസാനം ഈ നാമം മായും. കർത്താവ് വരുമ്പോഴത്തേക്കും കർത്താവിനെ പ്രതീക്ഷിച്ചതുപോലെ അല്ല
കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു മാറുവാനും ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദേശത്ത് നാം പാർത്ത് ഈ ദേശത്ത് കർത്താവിന്റെ സന്നിധിയിൽ നാം ആരാധിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ എന്ത് വിശേഷത? ഇന്ന് ഞങ്ങൾ പോയപ്പോഴത്തേ അവിടെ ഒരു നല്ലൊരു പ്രസംഗം കേൾക്കുക. നല്ലൊരു പ്രസംഗം ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തെ കുറിച്ചാണ്. ഒരു ജാതീയ പുരോഹിതനാണ് സംസാരിക്കുന്നത്. പള്ളിയിലെ ആണെങ്കിലും വളരെ നല്ല പ്രസംഗം, വളരെ നല്ല കാര്യം. ഈ കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നത് അവരെക്കാൾ നമുക്കെന്ത് വിശേഷത? അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിൻ്റെ സ്വഭാവം പോലെയൊന്നും അല്ല എൻ്റെ സ്വഭാവം. പക്ഷേ കർത്താവിൻ്റെ സ്വഭാവം എനിക്കറിയാം. ഞാൻ അതിൽ ജീവിക്കാൻ വേണ്ടി ഞാൻ പോരാടിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തത്, ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നിരിക്കുന്ന വചനത്തിൻ്റെ അനുസരണത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൽ അവൻ്റെ രൂപം ലാലിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമത്തത്, അവൻ്റെ നാമം എനിക്ക് വിളിച്ചിരിക്കുക. ഈ 3 കാര്യങ്ങൾ എൻ്റെ അവകാശമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പോരാട്ടമാണ് എൻ്റെ ക്രിസ്തീയ ജീവിതം. എനിക്കിവിടെ സമ്പാദ്യമൊന്നുമില്ല, എനിക്ക് ഈ ലോകത്തൊന്നും നേടാനുമില്ല. അതുകൊണ്ട് അവൻ വരുമ്പോഴേക്കും ഈ 3 നീ സ്വതന്ത്രമാക്കിയിട്ടുണ്ടോ, അവകാശമാക്കിയിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചോളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ലക്ഷ്യത്തിലെത്തുമെങ്കിൽ, ഈ 3 ലക്ഷ്യത്തിലെത്തുമെങ്കിൽ അന്ന് പ്രധാന സ്വതന്ത്രം അവനെ ആരൊക്കെ കാണുന്ന അവനെ കണ്ട് രാജാക്കന്മാർ അവനെ കണ്ട് വായു വെത്തുന്നു. സകല ജാതികളും അവനെ കൊണ്ട് എന്താ ഈ സംഭവം നോക്കി നോക്കും. പക്ഷെ അന്നേരം ഒരു യേശുനാമക്കാരൻ, ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന യേശുനാമക്കാരൻ അവനോട് കൂടെ പോയി നിൽക്കും. എങ്ങനെയായിരിക്കും അവന്റെ രൂപം? എങ്ങനെയായിരിക്കും? കർത്താവിന്റെ രൂപമായിരിക്കും. അപ്പൊ ഈ ദേശത്തൊന്നും നമ്മൾ അങ്ങനെ വേർതിരിഞ്ഞ് ഇവിടെ ജീവിച്ച് ആരാധിക്കാനായിട്ട് കടന്നു വരുമ്പോൾ നമുക്ക് വെറുതെ ഈ കാര്യം സാധിച്ചു കിട്ടുമെന്ന് വിചാരിക്കരുത്. ഇത് നമുക്ക് ലഭിക്കുന്നത് ഓരോ ദിവസവും ആരാധനയിൽ കൂടിയും ഓരോ ദിവസവും ദൈവത്തിന്റെ വചനധ്യാനത്തിൽ കൂടിയും ഓരോ കൂട്ടായ്മയിൽ കൂടിയും നമുക്കിത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ അപ്രകാരം മെനഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നാം ഇന്ന് ആയിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ള ഒരു ചിന്തയായിരിക്കണം. അങ്ങനെയുള്ളവനെ സംബന്ധിച്ചിടത്തോളം ആരാധനയ്ക്ക് എപ്പോഴും അതിവാഞ്ചിയായിരിക്കും. ഇന്നത്തെ ആരാധനയിൽ എനിക്ക് എന്ത് വേണം? ഇന്നത്തെ ആരാധനയിൽ എൻ്റെ ദൈവം പ്രസാദിക്കണം. കർത്താവിന് സ്തോത്രം. കാരണം സങ്കീർത്തനം പറയുന്നത് പ്രകാരമാണ്. എന്താണ്? എൻ്റെ ഉള്ളമേ, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തെ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു, ഇനി ഞാൻ അവനെ സ്തുതിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത്. പ്രധാന സാധനം, ഒരു മനുഷ്യനൊരു ഒരു പ്രവൃത്തിക്ക് പോകാൻ പോവാം, ഒരു യാത്രയ്ക്ക് പോകാൻ പോവാം. ആ യാത്രയ്ക്ക് പോകാൻ പോകുമ്പോൾ ആ യാത്രയിൽ അപകടമുള്ളത് ആത്മാവ് പറയുകയാണ്. അത് വിഷാദിച്ച് ഞരങ്ങുക. ആ ഞരങ്ങുമ്പോൾ നമ്മൾ ഏത് പ്രവൃത്തിക്ക് ഇറങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആത്മാവ് ആ വരാൻ പോകുന്ന നന്മയാണെങ്കിൽ തിന്മയാണെങ്കിൽ അത് കാണും. അതുകൊണ്ട് സൂക്ഷിച്ച് അവന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ പ്രാണം കിടന്ന് കാണിക്കുന്നത് എന്താ അറിയാം? അബ്രഹാം യാഗം കഴിക്കാൻ പോയപ്പോൾ ദൈവം അത് കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ യാഗം കഴിക്കാൻ പോകുമ്പോൾ അതിനെ തടുക്കാനായിട്ട് ശത്രു പലതും നോക്കി. പക്ഷെ അബ്രഹാം അത് നിവർത്തിച്ച് മടങ്ങി വന്നു. കാരണം ദൈവത്തെ അവന് ഏത് ദൈവം പ്രത്യക്ഷമായി? തേജോമയനായ ദൈവം പ്രത്യക്ഷമായി. അവൻ രൂപവും കണ്ടിട്ടുണ്ട്. കർത്താവിന്റെ നാമം അവനിലുണ്ട്. ഇങ്ങനെ കർത്താവിന്റെ നാമത്തിൽ നാം വിളിക്കപ്പെട്ടുവെങ്കിൽ കർത്താവിന്റെ നാളിനായിട്ട് നാം കാത്തുകൊണ്ട് ഇതാ ഞരങ്ങുകയാണ്. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമായിരിക്കട്ടെ. അവിചാരിതമായിട്ടാണെങ്കിലും ആ വാക്ക് നമ്മൾ പറഞ്ഞത് ഓർത്തോളണം. നമ്മൾ ഏതൊക്കെ സ്വന്തമാക്കിയിരിക്കണം? 1, കർത്താവിന്റെ സ്വഭാവം. 2, കർത്താവിന്റെ രൂപം. 3, കർത്താവിന്റെ നാമം. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, പൊൻവീര്യമോ അല്ല മാറുവിലയായി, പൊൻവീര്യമോ അല്ല മാറുവിലയായി, എൻ പേർക്കു യാഗമായി തീർന്നവൻ, എൻ
പേർക്കു യാഗമായി തീർന്നവനാം ദൈവ കുഞ്ഞാട്ടിൻ വിലയേറുണ്ട് ചത്താലെന്നെ വീണ്ടതിനാൽ ദൈവ കുഞ്ഞാട്ടിൻ വിലയേറുണ്ട് ചത്താലെന്നെ വീണ്ടതിനാൽ. നാം 26-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം വായിക്കാം. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകും. കർത്താവ് സ്തോത്രം. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കേട്ടത് സ്തോത്രം പറയണമെന്നതിനല്ല, പിന്നെ സ്തോത്ര സ്വരം കേൾപ്പിക്കേണ്ടത്. സ്തോത്രത്തിന് എന്തുണ്ടപ്പോ? സ്വരമുണ്ട്. ആ സ്വരമാണ് ഇന്നിപ്പോ. ആ സ്വരമാണ് വിഷയം. സ്തോത്രം പറഞ്ഞാൽ പോരാ, എന്തുണ്ടാവണം? കർത്താവ് നോക്കുമ്പോ സ്വരം ഉണ്ടാവണം. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ ആദ്യം ആകാശം ഭൂമി സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? അവിടെ ദൂതന്മാരെ നിർത്തി ആണോ സൃഷ്ടിച്ചത്? ഇല്ല. എന്ത് ചെയ്തു? കൽപ്പിച്ചു. വചനത്താൽ കൽപ്പിച്ചു. ഈ വചനം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഏത് ഭാഷയിലാണ്? എബ്രായ ഭാഷയിലാണ്? ഇംഗ്ലീഷിലാണോ? മലയാളത്തിലാണോ? എങ്ങനെയാണ്? കർത്താവിന് സാധാരണ ദൈവത്തിന്റെ വചനം. യോബിന്റെ പുസ്തകം 36:29. ആർക്കെങ്കിലും മേഘങ്ങളുടെ വിരിവുകളെയും അവന്റെ കൂടാരത്തിന്റെ മുഴക്കത്തെയും ഗ്രഹിക്കാമോ? അവന്റെ കൂടാരത്തിന്റെ മുഴക്കത്തെയും ഗ്രഹിക്കാം. ഇനി 37 ഒന്ന് വായിക്കും. ഇതിനാൽ എന്റെ ഹൃദയം വിറച്ചു തന്റെ സ്ഥലത്തു നിന്ന് പാളിപ്പോകുന്നു. അവന്റെ നാദത്തിന്റെ മുഴക്കവും അവന്റെ അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിച്ചു കേൾപ്പീൻ. ശ്രദ്ധിച്ചു കേൾപ്പീൻ. അപ്പോ ഇവന്റെ വാക്കുകൾ എന്തിനാണ്? ഇത് ദൈവം ഗർജിക്കുകയാണ്. അതിൽ നിന്ന് വരുന്നത് എന്താ? മുഴക്കമാണ്. പേരാണ് മറന്നുപോയത്. ഏതൊക്കെയാ? ഗർജനവും മുഴക്കവും. ഞാൻ കൂടുതൽ വിശദീകരിച്ചിരുന്നു കഴിഞ്ഞാൽ സമയം അങ്ങ് പോകും. ഇവിടെ എനിക്ക് നിൽക്കാതെ സമയമില്ല. അടുത്ത ഇതിലേക്ക് പോകണം. അപ്പൊ ഗർജനവും മുഴക്കവുമാണ് ഒരു ദൈവത്തിൽ നിന്ന് വരുന്ന വചനത്തിന്റെ. അപ്പൊ ഈ വചനം വരുമ്പോഴത്തേക്കും ഇത് ആരോടൊക്കെ സംസാരിക്കുന്നു? ഇത് ആരോടൊക്കെയുള്ള ഭാഷയുണ്ട്? അവൻ മേഘങ്ങളോട് കൽപ്പിക്കുന്നു, അവ പെയ്യാതിരിക്കും. അപ്പൊ മഴ പെയ്യുമ്പോ ഈ ഇത് കണ്ടിട്ടാ അപ്പൊ കർത്താവിന്റെ വചനം എങ്ങനെയാ വരുന്നത്? ഇംഗ്ലീഷിലല്ല, മലയാളത്തില. പിന്നെയാട്ടാ മുഴക്കമായിട്ട്. അത് ആരോടൊക്കെ ഉണ്ട്? നിർജീവ വസ്തുക്കളോടുണ്ട്. വെറും മണ്ണിനോട് കൽപ്പിക്കുക. രണ്ടാമത് ദൂതന്മാരോട് കൽപ്പിക്കും. മൂന്നാമത് ജീവനുള്ള മൃഗങ്ങളോട് കൽപ്പിക്കും. കഴുതയോട് കൽപ്പിച്ചപ്പോ ഒന്നാമത് മനുഷ്യനോട് കൽപ്പിക്കും. അപ്പൊ ഇവരോട് കൽപ്പിക്കുമ്പോ ഇവിടെ വരുമ്പോ നമ്മുടെ ചെവിയിൽ വരുമ്പോ അത് മലയാളമായി, അല്ലെങ്കിൽ ഇംഗ്ലീഷായി, അല്ലെങ്കിൽ ഹിന്ദിയായി. അവിടുന്ന് പുറപ്പെടുന്ന ഏതില്ല? ഈ മുഴക്കത്തിലാണ് ഇതിന്റെ ക്രിയാത്മക ശേഷി ഇരിക്കുന്നത്. ക്രിയാശേഷി, അതായത് പ്രവർത്തിക്കാനുള്ള ശേഷി ഇരിക്കുന്നത് ഇവിടെ. ഇത് നമ്മിലേക്ക് വചനമായിട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഉള്ളിൽ വന്ന് വിശ്വാസത്തിലേക്ക് വരുമ്പോഴേ തന്നെ ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി ഒരു പാറമേൽ എന്നെ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി. വായിൽ പുതിയൊരു പാട്ട് വന്നു. എന്റെ ദൈവത്തിന് സ്തുതി തന്നെ. അപ്പൊ ദൈവത്തിന്റെ സ്തുതി തരുന്നത് അങ്ങനെയാണ്. വായിൽ കർത്താവ് തന്നതാണ്. അപ്പൊ ഈ പാട്ട് നമ്മള് സൂക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ചില നാളുകൾ കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഇത് വരും. ഏത് വരും? ഉടയവന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട ഗർജനവും മുഴക്കവും എവിടെ വരും? ഇന്ന് വായിൽ നിന്ന് വരും. മനുഷ്യന്റെ വായിൽ നിന്ന് വരും. അതവൻ പറയുന്ന ഏതൊക്കെ കാര്യങ്ങളില്ല? 3 കാര്യങ്ങളില്ല. ഏതൊക്കെ? പ്രാർത്ഥന, പാട്ട്,
സ്തുതി. ഈ 3 കാര്യങ്ങളിലാണ്. ഈ 3 കാര്യങ്ങളിൽ ഈ ശബ്ദം, ഈ മുഴക്കം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവനെയാണ് ഈ പ്രാർത്ഥിക്കുന്നവനെ ശത്രുവിന് വെറുപ്പ്. അതുകൊണ്ടാണ്. കാരണമല്ല, ഈ മുഴക്കത്തിന്റെ പ്രത്യേകത എന്നറിയാം. ഈ മുഴക്കം അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായു പോലെയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വായിൽ നിന്ന് വരും എന്ന് പറഞ്ഞു ഈ മുഴക്കം വരും. ഈ മുഴക്കം വന്നാലുള്ള പ്രശ്നമാണെന്നറിയോ? ഈ മുഴക്കം വന്നാൽ അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ ദൂതന്മാരും. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ ദൂതന്മാർ നിൽക്കുന്നുണ്ട്. ഈ ദൂതന്മാർ നിൽക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ മുഴക്കത്തിന്റെ ശബ്ദം അവർ കേട്ട് ആ ആജ്ഞ അവരെ അനുസരിക്കുക. അപ്പൊ ആ മുഴക്കം കേട്ടാൽ അവരെന്ത് ചെയ്യണം? അനുസരിക്കണം. ഈ മുഴക്കം മനുഷ്യന്റെ വായിന്ന് കേട്ടാലോ അറിയാൻ പാടില്ല. ഇപ്പൊ ഈ മുഴക്കത്തിന്റെ മുഴക്കം ഇപ്പൊ ഞാൻ ഇവിടുന്ന് സംസാരിക്കുമ്പോഴത്തേക്കോ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സഹോദരി നിങ്ങൾ ആരെങ്കിലും പോയി ഇത്തിരി വെള്ളം എടുത്തോണ്ട് വരും, അവിടെ വയ്ക്കും, ഞാൻ വെള്ളം കുടിക്കും. അതെ. പക്ഷേ എനിക്ക് ഇച്ചിരി വെള്ളം, ഇവിടെ ആരുമില്ല, നിങ്ങൾ ആരുമില്ല, പക്ഷെ എനിക്ക് ഇത്തിരി വെള്ളം കിട്ടിയെങ്കിൽ ഈ ഭയങ്കര ദാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഴക്കം അതിലുണ്ടെങ്കിലോ ആരനുസരിക്കണം? ഇവിടെ നമ്മളാരും കാണാത്ത ദൂതന്മാരുണ്ട്. അവൻ ആരെങ്കിലും ഇളക്കി ഒരിക്കലും ഇപ്പൊ ഒന്നുമില്ല ഇതിലേ വരും, വെള്ളം വേണമെന്ന് ചോദിച്ചു വരും, അല്ലെങ്കിൽ ഒരു പാത്രം വെള്ളം ഇതിലേക്ക് കൊണ്ടുപോകും. ഇത് ഏതെങ്കിലും തരത്തിൽ വെള്ളം ഇവിടെ എത്തിക്കേണ്ട ഉത്തരവാദിത്തം ദൂതന്മാർ. അതാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രാപിക്കേണ്ടതാണ് 3 കാര്യങ്ങളിൽ. ഏതൊക്കെയാ പറഞ്ഞേ? പ്രാർത്ഥന അല്ല, ഇപ്പൊ പറഞ്ഞു. പ്രാർത്ഥന, പാട്ട്, സ്തുതി, വചനമാ. അതൊന്നും ഞാൻ ഇതായിട്ട് പറയുന്നതല്ല. ഏതൊക്കെയാ? പാട്ട്, പ്രാർത്ഥന, പാട്ട്, സ്തുതി. ഈ 3 കാര്യത്തിലും എന്ത് വേണം? ഈ അവനാണ് ദൈവത്തിന് മുമ്പാകെ ആരാന്നറിയാം എന്ന് പറഞ്ഞേ. അവൻ ദൈവത്തിന് മുമ്പാകെ മാന്യനാണ്. കാരണം എന്താ? അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. അപ്പൊ ഈ ഇങ്ങനെ പറയുന്ന വാക്ക് അത് നിവർത്തീകരിക്കപ്പെടും. അതാണ് അവനെയാണ് ദൈവത്തിന് മുമ്പാകെ മാന്യൻ എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇപ്രകാരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങളിൽ ഈ സ്വരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതം വേറെയാണ്. കാരണം പിന്നെ അവൻ അധികം സംസാരിക്കാൻ പാടില്ല. അവൻ സംസാരിക്കില്ല. ആവശ്യമുള്ളതേ സംസാരിക്കും. ദോഷകരമായിട്ടുള്ളൊരു കാര്യം സംസാരിക്കില്ല. ദോഷവാക്കുകൾ അവന്റെ വായിൽ വരില്ല. അത്രമാത്രം സൂക്ഷിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് അവനെ സൂക്ഷിക്കുന്നത്. കാരണം അവൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ദൂതന്മാരെ ശ്രദ്ധിക്കണം. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നത് ഇത് ദേശത്ത് കർത്താവ് ഒരു സഭ സ്ഥാപിച്ചു കഴിഞ്ഞാൽ, ഈ ദേശത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കുന്ന ഒരു ദേശാധികാരമുണ്ട്. അതായത് ഈ ജനത്തെ മുഴുവനും അവനിലേക്ക് ആരാധിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു വിഗ്രഹമോ അല്ലെങ്കിൽ ഒരു പടമോ അല്ലെങ്കിൽ ഒരു നാമമോ അന്യനാമമോ വെച്ചുകൊണ്ട് അവർ ആരാധിക്കുന്ന ഒരു ദേശം മുഴുവൻ ആരാധനയാണ്. അത് ആരാധിക്കുന്നത് ആരെയാണ്? ദേശാധികാരത്തെയാണ്. ദേശാധികാരം മുഖാന്തരം പിശാചിനെയാണ് ആരാധിക്കുന്നത്. ഈ ആരാധിക്കുന്ന ആരാധന ഇവിടെ നിന്ന് നമ്മൾ ആരാധന തുടങ്ങി. യേശുവേ സ്തോത്രം. ഞാനൊരു സ്ഥലത്തോടെ പോയി കഴിഞ്ഞപ്പോൾ എന്താ ഈ തൃപ്പൂണിത്തുറയ്ക്ക് ഇരുമ്പുകാലം എന്നൊരു സ്ഥലമുണ്ട്. അതിൽ പണ്ട് ബസ് അതിലേ വരുന്ന ഒരു സന്ദർഭമുണ്ട്. ഞാനതിലെ വരുമ്പോൾ ഗാനം പാടുന്നു, കൈയടിച്ച് സ്തോത്ര ഗാനം പാടുന്നു. ഹിന്ദുക്കൾ ഒരു അമ്പലത്തിന്റെ ഒരു വശം. ഇതെന്തൊരു വശമാണ്? നമ്മൾ പഠിക്കുന്നത് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന ആദരപരമെന്ന് സ്തോത്രയാകുന്ന. ഇത് ജാതികൾ പറയൂ. അത് പണ്ടാ ഞാൻ വിശ്വാസത്തിൽ വരുന്ന സമയത്ത്. അപ്പോഴാണ് കർത്താവ് പഠിപ്പിച്ചത്. ഒന്ന് വരച്ചു നോക്കിയേ സ്തോത്രം. അതിന് സ്തോത്രയാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ദ ലോർഡ്. അതല്ല ഇംഗ്ലീഷിൽ PRAISE പ്രൈസ് സ്തുതി. ദ ലോർഡ്, കർത്താവിന് സ്തുതി. ഇതിലെവിടെയാ കർത്താവിന്റെ നാമം ഇരിക്കുന്നത്? സാമാന്യ ബോധമുള്ളതിന് അറിയാൻ പാടില്ലേ? ഇതിൽ കർത്താവിന്റെ നാമമൊന്നും ഇല്ല സ്തോത്രത്തില്. പിന്നെ എങ്ങനെയാ? കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെട്ട് പാപത്തെ കഴുകിക്കളഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുന്നവന്റെ വായ കൊണ്ട്
സ്തോത്രം പറയുമ്പോൾ അതിലുണ്ടാവും ഈ നാമം. അതേ ഉള്ളൂ. അല്ലാതെ ഈ സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബാങ്കിന്റെ പേരായിരുന്നു, എനിക്ക് അതിന്റെ വാഗോണ്ട് പറയുന്നത് ഇഷ്ടമല്ല, ലോഡ് ബാക്കി ഞാൻ പറയുന്നില്ല, ആ ബാങ്കായിരുന്നു, അത് ബാങ്കായിരുന്നു, അതും ലോഡാ, കർത്താവാ, അവിടെയും നാമമുണ്ട്. പക്ഷെ യേശു എന്ന നാമം ഉച്ചരിച്ച് വരണമെങ്കിൽ ഇത് വേണം, ഒരു കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്തുതി എന്ന് പറയുന്നതിൽ എന്തുണ്ടാവും? നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാമത്തിന് ആധാരമായിട്ട് എന്തുണ്ട്? മുഴക്കം വായിൽ നിന്ന് വരും. അതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഇതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ആ സ്വരമാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. ആ സ്വരം പ്രാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കർത്താവ് സ്വരം പ്രശ്നമായി. ഇവിടെ നിന്ന് ഇവിടെ ഈ ദേശത്ത് വന്ന് ഇന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് ചെറിയ ശബ്ദമൊക്കെ കേൾക്കുന്നു. ഈ ദേശാധികാരത്തിന് പ്രശ്നമായി. അതെന്താ അന്വേഷിച്ച് അവന്റെ ദൂതന്മാരെ വിട്ട് അന്വേഷിച്ച് കഴിയുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളാണ്, ഇവിടെ ആരാധന നടക്കുക, യേശുക്രിസ്തു നാമത്തിൽ ആരാധന നടക്കുക, നേരിട്ട് കയറാനും പാടില്ല, ഇനി ഇതിനെ കലക്കാനുള്ള വഴി നോക്കണം. അപ്പോൾ ആ ഇരിക്കുന്നവരോട് ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്താണെന്നറിയാം? മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി അവന്റെ ജീവിതത്തെ ബാധിക്കുന്ന 3 ഇടമാണ്: കൈകൾ, മുഖം, ഹൃദയം. മനുഷ്യന്റെ പ്രവൃത്തി ബാധിക്കുന്ന സ്ഥലം ഏതൊക്കെയാ? കൈകള്, മുഖം, ഹൃദയം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ എങ്ങനെയാ നമ്മുടെ വ്യവസ്ഥ? ഹൃദയത്തെ സ്ഥിരമാക്കണം, കൈകളെ മലർത്തണം, മുഖത്തെ ഉയർത്തണം. നമ്മുടെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പ്രധാന. ഇതെന്താ എല്ലാവരും ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ അവിടെ ഇതെടുത്ത് യോബിന്റെ പുസ്തകം 11 14 അതിന്റെ 13. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി. ഒന്നാമത്തെ തന്നെ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യണം? ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖം ഉയർത്തും. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ദൈവസന്നിധിയിലേക്ക്. അപ്പൊ ദൈവം ഒരാളുടെ മുമ്പിൽ, കർത്താവിന് മുമ്പാകെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോ കർത്താവ് എവിടെയൊക്കെ നോക്കും? പറഞ്ഞു, കൈ നോക്കും, മുഖത്ത് നോക്കും, ഹൃദയത്തിൽ നോക്കും. ഈ 3 കാര്യങ്ങളാണ് നോക്കും. അവിടെ 3 കാര്യങ്ങൾ. കൈകൾ എന്തായിരിക്കണം? കുറ്റമറ്റതായിരിക്കണം. മുഖം അവിടെ എഴുതിയിട്ടുണ്ട്. മുഖം എങ്ങനെ നിർത്തണം? കളങ്കം കൂടാ. മുഖത്താണ് കളങ്കം. ഹൃദയം സ്ഥിരമായ ഹൃദയം, കളങ്കമില്ലാത്ത മുഖം, കുറ്റമില്ലാത്ത കൈകൾ. ഇതാണ് വ്യവസ്ഥ. അപ്പൊ ഇങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് ഈ ശബ്ദം ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഈ ഇതിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ശബ്ദം, ഈ മുഴക്കം എന്ന് പറയുന്നത് ദേശാധികാരത്തിനും പിശാചിനും ഏറ്റവും എതിരാണ്. കാരണം അവന് സ്വസ്ഥത ഉണ്ടാവില്ല. ഇത് അന്തരീക്ഷത്തിന് മുഴുവനും തുറന്നു കൊടുക്കാം. മനുഷ്യ ശബ്ദത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രം ഇപ്പൊ കണ്ടുപിടിച്ചേക്കുന്നത് എന്താ? ഈ ഭൂമിയിൽ ശബ്ദിക്കുന്ന ഒരു ശബ്ദവും, മനുഷ്യൻ ശബ്ദിക്കുന്ന ഒരു ശബ്ദവും മാഞ്ഞു പോകില്ലെന്ന്. കർത്താവായ യേശു സംസാരിച്ച ശബ്ദം അതിന്റെ കാലഘട്ടം നോക്കി അത് അന്തരീക്ഷത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാമെന്ന് അപ്പോൾ കണ്ടുപിടിച്ചേക്കണം. അപ്പോ അത് അന്തരീക്ഷത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാമെന്നാണ് ഇപ്പൊ കണ്ടുപിടിച്ചേക്കുക. അപ്പോ ഇതൊരിക്കലും മാഞ്ഞു പോകുന്നില്ല. ഇതെന്നും ഇവിടെ തന്നെ കിടക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ സ്ഥലത്ത് നമ്മളിങ്ങനെ പറഞ്ഞത്, ഇവിടെ നിന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ജാഗരിച്ച് ആരാധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിന്ന് പാട്ടും പ്രാർത്ഥനയൊക്കെ ഇതായെങ്കിലും കുറച്ച് മുഴക്കം വന്നു കഴിഞ്ഞപ്പോൾ ഈ മുഴക്കം ഈ ദേശത്ത് കിടക്കുക. ഈ മുഴക്കം ആർക്കെതിരാ? ഈ ദേശത്തിനെതിരാ. ഈ ദേശത്തിന് എതിരെ ഈ ദേശാധികാരം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ രാവും പകലും പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിൽ ഈ ശബ്ദം വന്നു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹം ഡാഷ്ബോർഡ് പറഞ്ഞു,
ഇങ്ങനെ ദാവീദ് എന്ന് പറഞ്ഞൊരു സഹോദരനെ കണ്ടു, സംസാരിച്ചു, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ മനസ്സിൽ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞതിന് ായിട്ട് അദ്ദേഹത്തിന്റെ പേര് ഉച്ചരിച്ച്, പക്ഷേ യഥാർത്ഥത്തിൽ അത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വ്യാകരിക്കാൻ തടസ്സമുണ്ടായിരുന്നു. അത് ഇനി ദൈവസന്നിധിയിൽ വെച്ച് നമുക്കത് പ്രാർത്ഥിക്കാം. അല്ലെ ഞാൻ പറയുന്നത്, നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തിനുള്ളതെങ്കിൽ ആ വ്യക്തി ദൈവത്തിനുള്ളതെങ്കിൽ ഈ ശബ്ദം പുറപ്പെടും. ഈ ശബ്ദം പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ ശബ്ദം ഈ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഈ വ്യക്തിയെ പറിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണ് ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഈ ശബ്ദമാണ്. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നത് എന്താ? നമ്മൾ പറഞ്ഞു 6-ാം വാക്യം വായിച്ചത് 26 സ്തോത്ര സ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മ എന്റെ കൈകളെ നമുക്ക് വേണ്ടതാണ്. നമുക്ക് വേണ്ടതാണ്. കാരണം ഇത് സഭയിൽ നിന്ന് മുഴങ്ങിയാൽ, ഇതൊരു ഭവനത്തിൽ നിന്ന് മുഴങ്ങിയാൽ, ആ ഭവനം ദൈവത്തിന് മുമ്പാകെ എത്ര വിലപ്പെട്ടാണെന്നറിയോ? ഏതാ അവന്റെ നിലയെന്നറിയോ? അത് അത്ര ഭയങ്കരമാണ്. കാരണം തെസ്സലോനിക്കയിലെ സഭയെക്കുറിച്ച് പറയുകയാണ്. തെസ്സലോനിക്ക സഭ 1 തെസ്സലോനിക്കർ 1:6 1 തെസ്സലോനിക്കർ 1:6 ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങളുടെ അടുക്കൽ തെസ്സലോനിക്ക സഭയോട് പറയാണ്, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയയിൽ മാത്രമല്ല ആഖായിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കും. കർത്താവ് ഈ ശബ്ദം ഇവിടെ നിന്ന് മുഴങ്ങിക്കഴിഞ്ഞാൽ എവിടം വരെ എത്തും? ഇത് ദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അടുത്ത ദേശം, പള്ളിത്തോട് ദേശത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ രാവും പകലും പ്രാർത്ഥിച്ചിട്ടും ഈ ശബ്ദമില്ലെങ്കിൽ പ്രയോജനമില്ല. എന്നാൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതൊക്കെയാ? കൈകളെ കുറ്റമില്ലായ്മ കഴിയും, മുഖത്തുനിന്ന് കളങ്കം നീക്കി, ഹൃദയത്തെ മാറ്റി. ഇതൊക്കെ ചെയ്യണമെങ്കിൽ കുറ്റമില്ലായ്മയിൽ കൈകളെ കഴുകി ഇത്രയും കാര്യങ്ങൾ സൂക്ഷിച്ച് ഈ ശബ്ദം പുറപ്പെടുവിച്ചാൽ, കർത്താവിന്റെ വചനം പറയുന്നത് ആ ശബ്ദത്തെ മാത്രം തടുക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തിന്റെ വചനത്തിനോ ബന്ധനമില്ല. ബാക്കിയുള്ള എല്ലാ ഇതിനെയും ബന്ധിക്കാൻ കഴിയും, ബാക്കിയുള്ളതെല്ലാം തടുത്തു കളയും, ആ ശബ്ദം എല്ലാം തടുത്തു കളയും. ഈ ശബ്ദം മാത്രം, വചനം എങ്ങനെ വരണം? ആദ്യ ദൈവാകാശം പോയി ശ്രദ്ധിച്ചെന്ന് പറഞ്ഞ് 2000 വചനം അറിയാവുന്നവരുണ്ട്. 3 സെമസ്റ്ററിൽ 1500 വചനം പഠിക്കുന്ന കോളേജ് വിദ്യാർത്ഥികളുണ്ട്. ഒരു സെമസ്റ്ററിൽ 500 വചനം പഠിക്കണം കാണാതെ. അങ്ങനെ 1500 വചനത്തോളം പരിചയമുള്ളവരുണ്ട്. അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ട്? കർത്താവിന്റെ വചനം. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല. അല്ലെങ്കിൽ പിശാചിനോട് കർത്താവിന്റെ നാമത്തിലാണ് ഇട്ടതുപോലെ ഇരിക്കും. എന്നാൽ ഈ മുഴക്കമുണ്ടെങ്കിലോ ബന്ധിക്കാൻ പറ്റൂല. ആര് മാറി നിൽക്കും? ഏത് ദുർശക്തിയും മാറി നിൽക്കും. കാരണം എന്താ? ഉടയവന്റെ ദൈവസിംഹാസനത്തിൽ നിന്ന് മുഴങ്ങിയ അതേ ശബ്ദമാണ് ഇന്ന് ദൈവത്തിന്റെ മക്കളിൽ നിന്ന്. ഇന്ന് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മൾ ദേശത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുക, നമ്മളുടെ മുട്ടുകളെ മടക്കി ആരാധിക്കുക. ഈ ദേശം കർത്താവിന് വേണ്ടി വേർതിരിയാണ്. കർത്താവിന്റെ വചനം പറയുകയാണ്, എന്താണ്? സ്തോത്ര സ്വരം കേൾപ്പിക്കേണ്ടതിനും പിന്നെ നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മ എന്റെ കൈകളെ കഴുകും. എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, പിതാവേ, ഈ ദേശത്ത് വെച്ച് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്ത് വേണം? ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ എത്ര പേരെ നേടിയിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എന്നോടൊരു സഹോദരൻ പറഞ്ഞതാണ്, എത്ര പേര്. അദ്ദേഹം കാക്കനാട് നിന്നൊരു സഭ പൊളിച്ചുകൊണ്ട് 6 പേരെ ചോദിച്ച് വേറെ വഴിക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്റർ തെറ്റി അവിടുന്ന് സഭ പൊളിച്ചോണ്ട് അവിടുന്ന് ഒരാളോട് കിട്ടി, 7 പേരെ കിട്ടി, വേറൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഇന്ന് പുള്ളിയുടെ അദ്ദേഹത്തിന്റെ കീഴിൽ അങ്ങോട്ട് 10 പേരുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ചോദിച്ചാണ്? നമ്മളോട് കർത്താവ് വരുമ്പോൾ ചോദിക്കണത് എന്താ? എത്ര പേരെ നേടിയിട്ടുണ്ടെന്നല്ലേ? ശരിയാ. പിന്നെ എന്താ പറയാൻ കർത്താവ്? അങ്ങനെയല്ല നേട്ടം അങ്ങനെയല്ല. ഞാൻ ഒരുവന്റെ മേൽ ദൃഷ്ടി വെച്ച്, ഒരു മനുഷ്യന്റെ മേൽ ദൃഷ്ടി വെച്ച് ജാഗരിച്ച്
ഒരു 2 മണിക്കൂർ ജാഗരിച്ചു കഴിഞ്ഞപ്പോ 2 വാക്കാ കിട്ടിയത്. ഏതില്? മുഴക്കത്തിൽ 2 വാക്കാ കിട്ടിയ. കർത്താവെ, ഞാൻ എന്റെ സഹോദരൻ എന്റെ സഹോദരനായി തീരാനുള്ളവനാ, അവനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, അവനെ എനിക്ക് അവകാശമായിട്ട് തരണമെന്ന് 2 സ്റ്റെപ്പ് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ മരിച്ചു, അവൻ വിശ്വാസത്തിൽ വന്നിട്ടില്ല, ഞാൻ മരിച്ചു പോയി എന്നിരിക്കട്ടെ, പക്ഷെ അവകാശം എനിക്ക് അവിടെ ഉണ്ട്. എന്നറിയാവോ? എന്റെ മുഴക്കമാണ് അവനോട് വരാൻ കാരണം. എന്റെ വായത് പുറപ്പെട്ട മുഴക്കമാണ് അവനോട് വരാൻ കാരണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ മടുത്തു പോകാതെ ഈ ദേശത്ത് കർത്താവ് നമ്മെ പാർപ്പിച്ചിരിക്കുമ്പോൾ നാം ദൈവത്തോട് വിശ്വസിച്ച് ആചരിച്ച് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നു. നമ്മുടെ കൈകളെ പറ്റുമില്ലായി മറ്റുള്ളവരെന്ത് പറയട്ടെ, മറ്റാരെന്ത് പറയട്ടെ, നമുക്കെന്താ? നമുക്കൊരു ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവിന്റെ വേല തീർക്കണം, പോകണം. കൈകളെ പറ്റുമില്ലായി കഴിയും, മുഖത്തെ കളങ്കമില്ലാത്തതാക്കി, ഹൃദയത്തെ സ്ഥിരമാക്കി കർത്താവിന്റെ സന്നിധിയിലേക്ക്, ദൈവമേ, ഇന്ന് എന്റെ പ്രാർത്ഥനയിൽ ഈ മുഴക്കം വേണം, ഇന്ന് എന്റെ സ്തോത്രത്തിൽ ഈ മുഴക്കം വേണം. ഏതൊക്കെ വേണം ഈ മുഴക്കം? അത് മറന്നുപോയി. സ്തോത്രത്തില്, പാട്ടില്, സ്തുതി, സ്തോത്രത്തിൽ, പ്രാർത്ഥനയില്, സ്തുതിയില്, പാട്ടിൽ. അതുകൊണ്ടാണ് ഈ ഇവിടെ പാട്ട് എഴുതുമ്പോൾ ചില പാട്ട് നല്ല ശോഭിക്കുന്നുണ്ടെന്ന്. എന്താ കാരണം? ഈ 3 പാട്ടാണ് ഏറ്റവും ശോഭ. ചിലർക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ചില പാട്ടിൽ ചിലർ സ്തുതി മാത്രമേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവാത്മാവിന്റെ സിയോന്റെ പാട്ടെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ പറഞ്ഞേ? ഈ 3 കാര്യങ്ങളുണ്ടാവും. യേശു നല്ലവൻ, അവൻ വല്ലവൻ, പിന്നെ എന്റെ കർത്താവേ, പിന്നെ അങ്ങനെ ഈ 3 കാര്യങ്ങൾ പാട്ട് നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ ഉണ്ടാവണം? ഈ 3 കാര്യങ്ങൾ. കാരണം ഇത് സ്തോത്രഗീതമാണ്. രാത്രി കർത്താവ് ഗാഠനിദ്രയിൽ നമ്മുടെ അടുത്തേക്ക് വരും, നമ്മുടെ പ്രാണനിലേക്ക് വരുമ്പോഴത്തേക്കും അകൃത്യമില്ലാത്ത മനുഷ്യൻ, തന്റെ പാപം, അതാ പറയുന്നത്, നിങ്ങൾ സൂര്യൻ അസ്തമിക്കോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്, കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പാപങ്ങളൊക്കെയും കുറ്റങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് കർത്താവിനോട് ക്രമീകരിച്ചിട്ട് വേണം കിടക്കാൻ. കാരണം ഇങ്ങനെ ക്രമീകരിച്ച് കിടന്നില്ലെങ്കിൽ കർത്താവ് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രാണൻ എങ്ങനെയിരിക്കും? ചീർത്തിരിക്കും. അല്ല, നമ്മുടെ കുറ്റങ്ങളൊക്കെയും കർത്താവ് ക്ഷമിച്ചാണ് തരുന്നതെങ്കിൽ കർത്താവ് വരുമ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? രാത്രിയിൽ കർത്താവ് സന്ദർശിക്കാൻ വരുമ്പോൾ ഇവന്റെ പ്രാണൻ പാട്ട് പാടിക്കൊണ്ടിരിക്കും. 3 ഭാഗങ്ങൾ അതിനകത്തുണ്ടാവും. ഇവന്റെ പ്രാണൻ പാടുന്ന പാട്ടിന് 3 ഭാഗം ഉണ്ടാവും. ഏതൊക്കെയാ? സ്തുതി ഉണ്ടാവും, പാട്ടുണ്ടാവും, സ്തുതി ഉണ്ടാവും, പാട്ടുണ്ടാവും, പ്രാർത്ഥന ഉണ്ടാവും. ഈ 3 കാര്യങ്ങൾ ഇത് ഒരു മനുഷ്യൻ ചെയ്യുമെങ്കിൽ അവൻ സ്വർഗത്തിൽ പോകുമെന്നും ചോദിക്കേണ്ടത്. അവൻ ഞാനിപ്പോ ശരിയാണോ എന്നും ചോദിക്കണ്ട. ഞാനിവിടെ ഒന്ന് ഈ പ്രസംഗം പ്രസംഗിക്കുന്നു. എത്ര ദിവസം എനിക്കിത് ഉണ്ടാകും. മുമ്പൊക്കെ ഞാൻ കർത്താവ് വിളിച്ച നാളില്, എന്നെ വേർതിരിച്ച നാളില് ഞാൻ എൻ്റെ ശബ്ദം കേട്ടോണ്ട് ഞാൻ എഴുതണ്ട. എൻ്റെ ഉള്ളിൽ നിന്ന് ഈ ആലാപം കേട്ടോണ്ട് ഞാൻ എഴുതേണ്ട അത്രമാത്രം ഉണ്ടായിരുന്ന ഞാൻ ഇന്ന് ഈ അടുത്ത് യഥാർത്ഥത്തിൽ ആ പാട്ട് ഞാൻ കേൾക്കാറില്ല. എനിക്ക് സങ്കടമുണ്ട്. ഞാൻ എൻ്റെ പരസ്യമായിട്ട് എൻ്റെ കുറവ് ഞാൻ പറയാം. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനം പറയുന്നത് കർത്താവ് ഗാഠനിദ്രയിൽ നമ്മെ സന്ദർശിക്കുമ്പോൾ ദൈവം നോക്കുമ്പോൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ചങ്ങലയാൽ ബന്ധിക്കുക. അതിനൊക്കെ ഒരു വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ ഇപ്പൊ പറയാൻ സമയമില്ല. ബന്ധിക്കപ്പെട്ടിരിക്കുക, അനങ്ങാൻ പാടില്ലാതിരിക്കുക, ശബ്ദിക്കാൻ പാടില്ലാതിരിക്കുക. അങ്ങനെയുള്ള ആത്മാവാണ് ബന്ധിക്കപ്പെട്ട ആത്മാവ്. അവരോട് കർത്താവ് പറയും, നീ ഇന്നതിൽ തെറ്റിപ്പോയിരിക്കുന്നു എന്ന് പറയും. ഇങ്ങനെ തെറ്റിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിന് ഏതെങ്കിലും അടയാളം മുഖാന്തരമാണ്. ഇതിനെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത് പറയും. സ്വപ്നം. അതുകൊണ്ടാണ് സ്വപ്നം കാണുന്നവർ എപ്പോഴും എന്ത് ചെയ്തോളണം? സ്വപ്നത്തിൽ കർത്താവ് ആലോചന വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കർത്താവിന് മുമ്പാകെ താഴ്ത്തി പിറ്റേ ദിവസം പ്രാർത്ഥിച്ചോളണം. കഴിയുമെങ്കിൽ ഉച്ചവരെ ഉപവസിച്ചോളണം. കാരണം അതിന് അഴിവ് തരും. പ്രാണൻ വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും പാട്ട് പാടാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവൻ യഥാസ്ഥാനപ്പെട്ടവനാണ്. അവൻ എവിടെ നിൽക്കും എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കർത്താവ് സമയം മുമ്പോട്ട് പോകും. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് സ്തോത്ര സ്വരം കേൾപ്പിക്കേണ്ടതിനും അത്ഭുതപ്പെടുത്തലൊക്കെ വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മ എന്റെ കൈകളെ കഴുകുന്നു. കർത്താവ് സ്തോത്രം. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന മനസ്സിലായ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന എങ്ങനെയാ വചനം? മുഴക്കമായിട്ട്. അത് മനുഷ്യൻ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്തായി തീർന്നു? ഭാഷയായി തീർന്നു. ഈ ഭാഷയായി തീർന്നതിന് ശേഷം നമ്മുടെ ആകൃത്യങ്ങളൊക്കെയും പരിഹരിച്ച് കുറ്റമില്ലായ്മയിൽ കൈകളെ കഴുകി വിശദീകരിക്കുമ്പോൾ അത് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നു. ഈ സ്തുതിയോടും സ്തോത്രത്തോടും പ്രാർത്ഥനയോടും കൂടി മുഴക്കം പുറപ്പെടുന്നു. അവിടെയാണ് കർത്താവിന്റെ വചനത്തിൽ ദൈവത്തിന്റെ വേലയിൽ അധ്വാനിക്കുന്നത്. കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവനാ.
കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് സാക്ഷാൽ കർത്താവിന്റെ വേലക്കാരായി കർത്താവിന്റെ വേല തികയ്ക്കാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് നമുക്ക് മുട്ടളമടക്കം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ വചനങ്ങൾക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിച്ച വചനം ഒന്ന്, ഇന്നിവിടെ സംസാരിച്ച വചനം മറ്റൊന്ന്. ദൈവത്തിന്റെ ഹിതമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഇന്ന് ഈ ദേശത്ത് വെച്ച് ഞങ്ങൾ സംസാരിച്ച വചനം ഞങ്ങളുടെ പ്രാണങ്ങൾക്ക് എന്നും അനുഗ്രഹമായി തീരാൻ ഒരിക്കൽ കൂടി തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കണമേ, വിടുതൽ തരണമേ. പിന്നെ നാം മുഖത്തോട് കുറവാകട്ടെ. യേശുവെ, കേട്ട ഏവർക്കും കർത്താവ് സംസാരിച്ച അടിയനും ഞങ്ങൾക്ക് ഏവർക്കും ഇത് അനുഗ്രഹമായി തീരേണ്ടതിന് വേണ്ടി കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാത്തോളം അനുഗ്രഹിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവായ സ്വത്തും കൃപയാൽ നമുക്ക് കാരം വീണ്ടും കർത്താവിന്റെ നാമത്തെ ആരാധിപ്പാനും കൂട്ടായ്മ ആചരിപ്പാനും കർത്താവ് നൽകുന്ന നന്മയ്ക്കും സാവകാശമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം വളരെ പ്രതികൂലങ്ങളിൽ കേരളത്തില് അനേക ഇടങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ ഇവിടെയും ഈ ദേശത്തും വളരെ പ്രതികൂലം ഉണ്ടാകുവാൻ തക്കവണ്ണമായിട്ട് ഇടയായിത്തീർന്നെങ്കിലും കർത്താവ് തൻ്റെ മക്കളെയൊക്കെ സൂക്ഷിക്കുവാനും നിലനിർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇനിയും നമ്മുടെ പ്രവർത്തനങ്ങളും ഏറ്റവും അധികമായിട്ട് ഒരു നന്മയ്ക്ക് വേണ്ടി ഒക്കെ ആയിത്തീരുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് ഏറ്റവും പ്രാർത്ഥിക്കാം. അതുപോലെ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള അനേക ജീവിതങ്ങൾ ഈ ദേശത്ത് ഇനിയും കർത്താവിൻ്റെ നാമത്തെ അറിയുവാനും കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാനും ഉണ്ടെല്ലാവരും അവരെയും കർത്താവ് കൂട്ടി വരുത്തട്ടെ. അതിനുവേണ്ടി നമ്മുടെ ഭാഗത്തുനിന്ന് എന്താണ് ആവശ്യം? നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സമർപ്പണം, നമ്മുടെ ശുദ്ധീകരണം, ഇതൊക്കെ ആവശ്യമാണ്. അതൊക്കെയും നമുക്ക് നമ്മെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവപ്രവർത്തിക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാനും ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വചനം. റോമാലേഖനം 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. മതി. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വളരെ പരിചയമുള്ള വചനമാണിത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അതുപോലെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപിക്കുന്നു. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും, തിന്മയായിട്ട് ഭവിക്കാമായിരുന്ന പല കാര്യങ്ങളും, അതുപോലെ പ്രതികൂലത്തിലൊക്കെ നാം അകപ്പെട്ടു പോകാവുന്ന സാഹചര്യങ്ങളിലും നമുക്ക് അതിൻ്റെ ആത്യന്തികമായിട്ട് നാം എടുത്തു നോക്കിക്കുമ്പോൾ എന്താണ്, അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അത് നന്മയ്ക്കായിട്ട് തീർന്നു. അതെങ്ങനെ എന്നാൽ ദൈവം അതിന്മേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നന്മയായി തീരണമെന്നുള്ള ആഗ്രഹത്തോടെ ദൈവം പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ ജീവിതത്തിൽ അതുപോലെ തന്നെ ഈ പ്രത്യേകമായിട്ട് ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഒരു നന്മ ആഗ്രഹിക്കുന്നതാണ്. കാരണം നന്മ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നന്മ കാണേണ്ടതിന് ശുഭകാലം ഇച്ഛിക്കുകയും, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ശുഭകാലം ഇച്ഛിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെയും ഒരു നന്മ, സ്വർഗീയമായിരിക്കുന്ന നന്മകളൊക്കെ പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് കർത്താവിന്റെ നാമത്തിലായിരിക്കുന്നത്. അപ്പോൾ നാം അത് ആഗ്രഹിച്ച് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിലുപരിയായിട്ട് ആ നന്മ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് കാരണമുണ്ട്. കാരണം ദൈവം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. യെരമ്യാ പ്രവചനത്തിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്ര. അപ്പോൾ നമ്മെക്കുറിച്ച് ചിന്തിക്കുകയും വിചാരപ്പെടുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ നിരൂപണങ്ങൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവൻ എപ്പോഴും നമുക്ക് വേണ്ടി ആഗ്രഹിച്ചും നിരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ആ നന്മയ്ക്ക് കാരണമായിരിക്കുന്നത്. പഴയ നിയമത്തിൽ യെരമ്യാ പ്രവചനത്തിൽ പ്രകാരം യെരമ്യാവ് വാസ്തവത്തിൽ യെരുശലേമിനെ വളരെ സ്നേഹിച്ച്, തന്റെ ജനത്തെ സ്നേഹിച്ച് ആ ജനത്തിന് നന്മ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യെരമ്യാവ് പറയുന്ന പല കാര്യങ്ങളും ജനത്തിന് അത് ഉൾക്കൊള്ളുവാനും ഏറ്റെടുക്കുവാനുമായിട്ട് കഴിയുന്നില്ല. അപ്പൊ ഒരു യെരമ്യാവിനെ കുറ്റപ്പെടുത്തി പറയുകയാണ്, ഈ മനുഷ്യൻ ഈ ജനത്തിന്റെ നന്മയല്ല തിന്മയത്ര ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെയല്ല, യെരമ്യാവ് വളരെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അവിടെ ഒരു ഭാഗം വായിക്കാം. യെരമ്യാ പ്രവചനം അതിന്റെ 29:7. 29:7.
ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പിൻ. അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും. മതി. ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പിൻ. അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും. അപ്പോൾ നന്മ പ്രാപിക്കുവാനുള്ള ഒരു വഴി ദൈവം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോകുന്ന ആ ദേശത്ത് വെച്ച് ആ ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് യഹോവയോട് പ്രാർത്ഥിപ്പിൻ. അപ്പോൾ ആ പട്ടണത്തിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും. അപ്പോൾ അവരെ ബദ്ധരാക്കി കൊണ്ടുപോകുന്നതിന് മുമ്പ് ദൈവം അവരെ അനുഗ്രഹിക്കും. അവരുടെ ആ നന്മ ചെയ്യുകയും ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാ? യെരുശലേമിൽ വെച്ചിട്ട്. യെരുശലേം നഗരത്തിന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ദൈവം യെരുശലേമിന് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ യെരുശലേം നഗരത്തിൽ താമസിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിച്ചുകൊണ്ട് ആ നഗരത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ്, ഈ ലോകത്തെ ഏതൊരു രാജ്യത്തെക്കാളും ഏതൊരു ദേശത്തെക്കാളും ഉള്ള അനുഗ്രഹം ഈ യെരുശലേം ദേശത്ത് വെച്ച് അവർക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അത് കഴിയാതെ വന്നപ്പോൾ അതിനൊരു വേറൊരു ഭാഗത്തേക്ക് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അവരെ ചില നാളുകളിലേക്ക് ബദ്ധരാക്കി കൊണ്ടുപോകാനായിട്ട് കർത്താവ് അവരെ അനുവദിച്ചു. അപ്പോൾ ഇനി അവർക്ക് നന്മ പ്രാപിക്കാൻ എന്താണ്? ആ ദേശത്ത് ഒരു നന്മയുണ്ട്. ആ നന്മ പ്രാപിക്കാൻ എന്താണ്? ബാബേൽ ദേശത്തിന്റെ ആ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കും. അതിന് തക്കവണ്ണമായൊരു നന്മ അവർക്ക് ലഭിക്കും. അപ്പൊ യഥാർത്ഥ ഒരു യെരുശലേമിലായിരിക്കേണ്ടതെന്ന് വരാം. അപ്പോ നമുക്കൊരു നന്മ വേണമെങ്കിൽ എന്താണ്? യെരുശലേമിലെ ആ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കണം. എന്താണ്? ദൈവം യെരുശലേമിനെ അനുഗ്രഹിക്കും. അപ്പോ ആ നന്മയ്ക്ക് ഒത്തവണ്ണമായിട്ടൊരു നന്മ നമ്മുടെ ജീവിതത്തിലും കടന്നു വരുവാൻ തക്കവണ്ണമായിട്ട് ഇടയായിത്തീരും. വേറൊരു ഭാഗത്ത് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ അവരുടെ നന്മയ്ക്കല്ല തിന്മയ്ക്ക് അത്ര ജാഗരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് ആ വചനത്തിന്റെ മറുഭാഗം എടുത്ത എന്താണ്? നമ്മുടെ തിന്മയ്ക്കല്ല നന്മയ്ക്ക് അത്രേ ദൈവം ജാഗരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നന്മ വരുവാനുള്ള കാരണം എന്താണ്? നാം ഒരുപക്ഷെ ജാഗരണത്തിൽ മുടങ്ങിപ്പോയാലും നമുക്കൊരു നന്മ വരേണ്ടതിന് നിരന്തരമായിട്ട് ദൈവം ജാഗരിച്ചുകൊണ്ടും ശ്രദ്ധ വെച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അതാണ് നമുക്ക് ആ നന്മ വരുവാൻ ഗുണമായിട്ട് കാരണമായിരിക്കും. നമുക്ക് ഒരു വചനഭാഗം ഒന്ന് വായിക്കും. 32:40. യെരമ്യാ പ്രവചനം 32. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത മതി ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ അവരെ വിട്ടുപിരിയാതെ നന്മ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തില് നാം ആയിരിക്കുന്ന ആ ദേശത്തും നാം ആയിരിക്കുന്ന ആ സഭയുടെയും നന്മ ആഗ്രഹിച്ചുകൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ആ സഭയെ അനുഗ്രഹിക്കുമ്പോൾ അതിന്റെ പുഷ്ടി അനുഭവിക്കുവാൻ തക്കണമായിട്ട് കർത്താവ് നമ്മെ സഹായിക്കും. നാം പ്രാരംഭത്തിൽ വായിച്ച വചനം, ദൈവം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ സകലവും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നത്. എങ്ങനെയാണത്? നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ആ ദേശത്തിലും നാം ആയിരിക്കുന്ന യഥാർത്ഥത്തിൽ ആത്മീയമായിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ സഭയാണ്. ആ സഭയുടെ ആ ദേശത്തിന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നെങ്കിൽ എന്താണ്? നമ്മുടെ പ്രവൃത്തികൾ ആ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് തിന്മയാക്കി തീർക്കാൻ ശത്രു എത്ര പരിശ്രമിച്ചാലും എന്താണ്? ശത്രു അമ്പരന്ന് പോകും. കാരണം ആ പ്രവൃത്തി നന്മയ്ക്ക് വേണ്ടി ആയിത്തീരും. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും നന്മ പ്രാപിക്കാൻ, സകലത്തിലും നന്മ പ്രാപിക്കാൻ തക്കണമായിട്ട് കർത്താവ് സഹായിക്കട്ടെ എന്ന് ആഗ്രഹമായിട്ട് പ്രബോധിപ്പിച്ചുകൊണ്ട്